കോഴിക്കോട് താമരശ്ശേരിയിൽ കടയിൽ മോഷണം. സാനിറ്ററി വെയർ ഷോപ്പിൽ നിന്ന് 1,20,000 രൂപയാണ് കവർന്നത്. ഇന്നലെ കൊടുവള്ളിയിൽ കവർച്ച നടത്തിയ അതേ ആൾ തന്നെയാണെന്നാണ് സൂചന. മുഖം മറച്ച് മോഷ്ടാവ് എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ കാണാം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുകയാണ്. അഭിജിത്ത്, എന്താണ് മോഷ്ടാവിനെ കുറിച്ച് ലഭ്യമാകുന്ന സൂചനകൾ? ആര്യ, മോഷ്ടാവിനെ സംബന്ധിച്ച സൂചനകൾ പോലീസിന് ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 3 മണി സമയത്താണ് ഈ മോഷണം നടക്കുന്നത്. ഈ സ്ഥലം എന്നുള്ളത് താമരശ്ശേരിക്കടുത്തുള്ള മലപ്പുറം എന്ന സ്ഥലമാണ്. അവിടെ പുതുപ്പാടി സ്വദേശിയായ സവാദിൻ്റെതാണ് ഈ സാനിറ്ററി വെയർ ഷോപ്പ്. ആ ദൃശ്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ആ CCTV ദൃശ്യങ്ങളിൽ മുഖം മറച്ചൊരാൾ ഈ കടയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അയാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ പോലീസ് നൽകുന്നത്. ഈ കടയുടെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ ശേഷം 1,20,000 രൂപയുമായി ഇയാൾ അവിടെ നിന്ന് മുങ്ങി എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെ ഒരു പരാതിയാണ് കടയുടമ ഇപ്പോൾ പോലീസിന് നൽകിയിട്ടുള്ളത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ കൊടുവള്ളിയിൽ ഒരു മോഷണം നടന്നിരുന്നു. അവിടെ നിന്നും പോലീസിന് ഒരു CCTV ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു. ആ CCTV ദൃശ്യങ്ങളിൽ ഉള്ളയാൾക്ക് സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതേ രൂപസാദൃശ്യമുള്ള ആൾ തന്നെയാണ് ഇന്നത്തെ CCTV ദൃശ്യങ്ങളിലും കുടുങ്ങിയിട്ടുള്ളത്. രണ്ടും ഒരാൾ തന്നെയാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക്, അങ്ങനെയുള്ള ഒരു അനുമാനത്തിലേക്ക് തന്നെയാണ് ഏതായാലും പോലീസ് എത്തുകയും ചെയ്യുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ മാത്രമല്ല, പോകുന്ന വഴികളിൽ എവിടെയെങ്കിലും കൂടുതൽ ക്യാമറകളിൽ ഇയാളുടെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് പോലീസ് അന്വേഷിക്കുന്നത്. ഉടൻ തന്നെ ഈ മോഷ്ടാവ് പിടിയിലാകും എന്നുള്ള വിവരം കൂടി താമരശ്ശേരി പോലീസ് നൽകുന്നുണ്ട്. ഓക്കെ അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത്.